3-4 വിഷയങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, ഈ വീഡിയോയുടെ അടിയിൽ വളരെ അസഹിഷ്ണുതാപരമായി സംസ്കാരശൂന്യമായ ആയിരക്കണക്കിന് കമന്റുകൾ വരും. അത് വരുമ്പോൾ തന്നെ ആ എഴുതിയ മതക്കാരെ, പ്രത്യേകിച്ച് മുസ്ലിം മതക്കാരെ, ആ കമന്റുകൾ വെച്ച് നിങ്ങൾ വിലയിരുത്തുക. ഇവർക്ക് മറ്റു മതസ്ഥരോട് സ്നേഹമാണോ വൈരാഗ്യമാണോ, ഇവർക്ക് സഹിഷ്ണുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ പൊതുവെ കമന്റുകൾ ഡിലീറ്റ് ചെയ്യാറോ ഹൈഡ് ചെയ്തിടാറോ ഇല്ല. കാരണം അത് എഴുതുന്നവർക്ക് ഞാനത് വായിച്ച് സങ്കടപ്പെടണമെന്ന് കൊതിയുണ്ട്. മറ്റുള്ളവർ അത് വായിച്ച് എന്നെ കേൾക്കരുത് എന്ന ആഗ്രഹമുണ്ട്. ഒരുപാട് അസഭ്യം പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് മാരിയോ ജോസഫ് എന്ന് പറയുന്ന തനി വർഗീയവാദി മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഇപ്പോൾ ഏതാനും ദിവസമായിട്ട് ഇവൻ പൂർവാധികം ശക്തിയോടെ ഇതുവരെ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ചെറിയ പ്രശ്നത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവ മുസ്ലിങ്ങളെ നെഞ്ചത്തേക്കിട്ട് കയറ്റം തുടങ്ങിയത്. അഥവാ എന്തോ ഒരു പ്രശ്നം മൂലം അൻസാരി സുഹരിയുമായിട്ടുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അൻസാരി സുഹരിയുമായിട്ട് കൊമ്പ് കോർത്തു. ആ കൊമ്പ് കോർക്കലിൽ പരാജയപ്പെട്ടു. അൻസാരി സുഹരി ശക്തിയുമായിട്ട് അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. നമുക്ക് അത് അറിയേണ്ടതും നോക്കേണ്ടതുമില്ല. സാധാരണ ഓരോരുത്തരും റിയാക്ഷൻ വ്ളോഗ് പരസ്പരം ചെയ്യാറുണ്ട്. മാത്രമല്ല അതിന് കാരണക്കാരനായതും ഈ മാരിയോ എന്തോ വ്യക്തിപരമായി അൻസാരി സുഹരിയെ കുറ്റപ്പെടുത്തിയപ്പോഴാണ്. അല്ലാതെ അൻസാരി സുഹരി ഒരിക്കലും മാരിയോയുടെ, മാത്രമല്ല നമുക്കൊക്കെ അറിയുന്നതാണ്, അൻസാരി സുഹരിയുടെ വ്ളോഗുകൾ ധാരാളം ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ഒക്കെ ശരിക്കും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം, ഫേസ്ബുക്കിൽ വരെ. അദ്ദേഹം ഇന്നു വരെ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തെ പരിഹസിക്കുകയോ ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. എന്തോ ഒരു കാര്യത്തിന് വ്യക്തിപരമായി ഇയാൾ ഈ പറയുന്ന അൻസാരി സുഹരിയെ കുത്തിപ്പറഞ്ഞപ്പോൾ അതിന് ഒരു മറുപടി കൊടുത്തു എന്ന് മാത്രമുള്ളൂ. ഇതിനെ തുടർന്ന് ഇപ്പോൾ ഈ പറയുന്ന മാരിയോ എന്ന പിശാച് തനി വർഗീയവാദി ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് എങ്ങനെയൊക്കെയാണോ വർഗീയത, ഇപ്പോൾ നമ്മൾക്കൊക്കെ റീന കൊതമൊക്കെ പറയുന്നതിനേക്കാൾ ജാമ്യത പിന്നെ ഏതായാലും നിരീശ്വരവാദി എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. എന്നതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ, അവർക്ക് വേറെ ലക്ഷ്യങ്ങളാണ്. ഇത് സുവിശേഷം മാത്രം പറഞ്ഞ് അല്ലേ തൻ്റെ മതത്തെ പ്രചരിപ്പിക്കേണ്ട അതേ ചുമതലയുള്ള ഒരാളാണ്, ഒരു വികാരി അച്ഛനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് നന്മ ഉപദേശിച്ച് അല്ലേ പോപ്പിനെ പോലെ യേശുവിൻ്റെ മാർഗങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുക. അതാണല്ലോ യഥാർത്ഥ സമാധാനത്തിൻ്റെ മാർഗം. ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചാൽ പോലും അല്ലേ, അതാണ് ഒരു മുഖത്ത് അടിച്ചാൽ മറ്റേ മുഖവും കൂടെ കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞത് യേശു. ആൾ സൈലൻ്റ് ആവാനാണ്, അല്ലാതെ കൂടുതൽ പ്രകോപിതനാവരുത് എന്ന ഒരു നിർദ്ദേശം കൊടുത്ത ആ യേശുവിൻ്റെ പിൻഗാമിയാണ് എന്ന് പറയുന്ന ഈ മാരിയോ ഇസ്ലാമിൽ കൂടുതൽ എന്തില്ല നന്മയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാരിയോ ഈ ക്രിസ്തു മതത്തിലേക്ക് എന്തിനു വേണ്ടിയാണ് മാറിയത് എല്ലാവർക്കും അറിയാം. കാരണം ഭാര്യയുടെ സമ്പത്ത് കണ്ട് ആലോചിച്ച് നോക്കൂ, സുഖിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം മാറിയതാണ്. ഇപ്പോൾ ആ ഭാര്യയിൽ നിന്ന് നല്ല അടി കൊണ്ടു അല്ലേ, ഭാര്യയെ തിരിച്ചും അടിച്ചു, ആ ഭാര്യയെ ഹോസ്പിറ്റലിലാക്കി. ഇയാളുടെ ഈ കപടമുഖം പൊയ്മുഖം പൊളിഞ്ഞു വീണു, എല്ലാവർക്കും തിരിഞ്ഞു. ഇയാൾ ഒരു വികാരി അച്ഛനാവേണ്ട ആളല്ല, മറിച്ച് ഒരു ഗുണ്ടായുസവുമായി നടക്കേണ്ട ഒരു കൊട്ടേഷൻ ടീമിലാവേണ്ട ഒരു ക്രിമിനലാണ് എന്ന് ആ സമുദായത്തിന് തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ ഇനി എവിടെയും നിൽക്കക്കണ്ടി ഇല്ലാതെ വന്നപ്പോൾ എന്താ ഇയാൾ ചെയ്യുന്നത്, മുസ്ലിങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു. അഥവാ ഹിന്ദു വർഗീയവാദികളോടൊപ്പം ചേർന്ന് ആലോചിച്ച് നോക്കൂ, അവരോടൊപ്പം ചേർന്നാലാണ് ഇപ്പോൾ തനിക്ക് നിലനിൽപ്പ് അല്ലെങ്കിൽ തൻ്റെ സാമ്പത്തിക നേട്ടം ഇതൊക്കെ ലക്ഷ്യമാക്കിയിട്ട് ഇപ്പോൾ ഹിന്ദുക്കളോടൊപ്പം കൂടി ഹിന്ദുക്കളെ എന്താ പറയുക പ്രകോപിപ്പിച്ച്, മുസ്ലിങ്ങളൊക്കെ വളരെ മോശപ്പെട്ട ആളുകളാണ്, അവരുടെ പള്ളിയിലെ പ്രാർത്ഥന അല്ലാഹുമ്മ അഹിദ്ദൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അതില്ല ഷിർക വൽ മുശ്രിക്കീൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും
നിന്ദിക്കണേ, നശിപ്പിക്കണേ, നോക്കണം, മുസ്ലിങ്ങൾക്ക് മാത്രം അന്തസ്സ് നൽകണമേ എന്നൊക്കെയാണ്. 30 കൊല്ലത്തോളം ഞാൻ അപ്പുറത്തുണ്ടായവനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ ജെമിനിയോടൊന്ന് ചോദിച്ച് നോക്കി. അപ്പം എന്നാൽ ഞാൻ ജെമിനി തന്നെ പറയട്ടെ. അടിച്ചമർത്തപ്പെടുന്ന സന്ദർഭങ്ങളിൽ. എന്നാൽ ഇത് എല്ലാ മുസ്ലിങ്ങളും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല. പലരും സമാധാനത്തിനും നല്ല ബന്ധങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു പുരോഹിതന്റെ വാക്കുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയോ അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭത്തെയോ സൂചിപ്പിക്കുന്നതാവാം. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? എന്താ ഇപ്പോൾ ജെമിനി പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലാകുന്ന അഷ്റഫുൽ ഖൽക്ക് ഒരു മതവിഭാഗത്തോടും വിദ്വേഷം പുലർത്താനോ അസഹിഷ്ണുതാപരമായി ജീവിക്കാനോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്താൽ അയാൾ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല. എല്ലാ മുസ്ലിമീങ്ങളും അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വഅസില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന്. അതിൻ്റെ തുടക്കം അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അതിൻ്റെ സെക്കൻഡ് ഭാഗം വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? അതില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ നിന്ദിക്കണമേ, നീ നശിപ്പിക്കണമേ, നീ തകർക്കണമേ, നീ താഴ്ത്തിക്കെട്ടണമേ, ഒരുപാട് അർത്ഥമുണ്ട്. എല്ലാ ഒന്നും എടുത്തില്ലെങ്കിൽ നീ നിന്ദിക്കണമേ എന്ന് മാത്രം ഒരു വാക്കെടുക്കുക. അതില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ, അതായത് അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങൾ ആരാധിക്കുകയോ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടെന്ന് പറയുകയോ ബഹുദൈവ ആരാധനയോ വിഗ്രഹ ആരാധനയോ ചെയ്യുന്ന ആളുകളെ മറ്റു മാറ്റി പറഞ്ഞാൽ മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരെയും അങ്ങ് നിന്ദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ നിന്ന്. എൻ്റെ ചോദ്യം പ്രിയപ്പെട്ട രാമകൃഷ്ണൻ, ഇതിലധികം മറ്റു മതങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന വേറെ ഒരു മതത്തെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ായാലും മറ്റാരായാലും പറയുന്ന വാക്കുകൾ അവരുടെ സ്വന്തം കാഴ്ചപ്പാടോ അല്ലെങ്കിൽ സ്വാധീനമോ ആകാം. അത് ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുഴുവൻ അഭിപ്രായമായി കണക്കാക്കാനാവില്ല. മിക്ക മുസ്ലിങ്ങളും സമാധാനവും സഹവർത്തിത്വവുമാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മുസ്ലിമും മുഅ്മിനും എന്ന വേർഡാണ് ഇസ്ലാമിൽ പ്രയോഗിച്ചിട്ടുള്ളത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം. അയാൾ എവിടെയുണ്ടോ അവിടെ ഉള്ള ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാവണം. മുസ്ലിം എവിടെയുണ്ടോ അവിടെയുള്ള ആളുകൾക്ക് സമാധാനം ഉണ്ടാവണം. ഇന്ന് വരെയും അവരെ മേലെ കള്ളങ്ങൾ ചുമത്തി പറഞ്ഞു പരത്തിയതല്ലാതെ ഒരു യഥാർത്ഥ മുസ്ലിമും മറ്റൊരു വ്യക്തിക്ക് ദോഷകാരിയല്ല. നമുക്ക് ഒരു ഹൈന്ദവ വിശ്വാസി അല്ല എങ്കിൽ തികഞ്ഞ ഒരു ഭാരതീയൻ, ഒരു നല്ല മലയാളി എന്ന നിലക്ക് താങ്കളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാണ് ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ താങ്കൾ പറ്റാതെ പോകുന്നത്. എന്നാൽ അവിടെ ജനിച്ചു വളർന്ന എനിക്ക് വെറുതെ എൻ്റെ കമന്റുകൾ താങ്കൾ എടുത്ത് വായിക്കും, ഇവർ ഇത്രയും അസഹിഷ്ണുത താങ്കൾ തോന്നും. അത്രത്തോളം മറ്റു മതക്കാരുടെ അറപ്പുണ്ടാകുന്ന അല്ലെങ്കിൽ അറപ്പ് ഉളവാക്കുന്ന പഠനങ്ങൾ ഒരുപാടുള്ള ഒരു മനസ്സിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന അതിൽ ലക്ഷ്യം മുഷിക്കും. അത് താങ്കൾ ജമിനോട് തന്നെ ചോദിച്ചോളൂ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. എനിക്ക് പഠിച്ചിട്ടുണ്ടത്, സാമാന്യനെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകൻ അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, അവരെ സമുദായം നോക്കിയിട്ടല്ല. ഇതാ തബഹത്ത മറക്കത്തൻ ഫാക്കിസിർ മാഹ വ തഹാഹദ ജീറാനക്ക, നിന്റെ അയൽവാസി ജാതി നോക്കിയിട്ടല്ല. അവൻ എപ്പോൾ കയറി വന്നാലും അവന് കൊടുക്കാവുന്ന വണ്ണം നീ കറിയിൽ ലേശം വെള്ളം കൂടുതൽ വെച്ച് കറിയുണ്ടാക്കൂ എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനാണ്. നോക്കൂ, പ്രവാചകൻ മക്കയിലായിരിക്കുകയും മദീനയിലായിരിക്കുകയും അവിടുത്തെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ്, നീ അയൽവാസിയോട് എങ്ങനെ പെരുമാറി. ഒരു അനുയായി പറഞ്ഞു, ഞാൻ അയൽവാസിയുടെ പറമ്പിലേക്ക് മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ മാലിന്യമെറിഞ്ഞു. സാധാരണ നമ്മളൊക്കെ ഈ പരിഷ്കൃത കാലത്ത് പോലും നമ്മളുടെ വളപ്പിൽ നിന്ന് അല്ലേ എന്തെങ്കിലും കച്ചറകളൊക്കെ പെറുക്കിയിട്ട് അപ്പുറത്തുള്ളവൻ്റെ പറമ്പിലേക്ക് ഇടാനുള്ള വ്യഗ്രത കണ്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെ ശാപത്തിന് പ്രാപ്തനാണ്, ഒരിക്കലും അത് ചെയ്തുകൂടാ. അതുകൊണ്ട് അള്ളാഹു നിൻ്റെ പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല. ആലോചിച്ച് നോക്കൂ, നിൻ്റെ സൽക്കർമ്മങ്ങൾ പോലും സ്വീകരിക്കുകയില്ല. അല്ല, അയാൾ ഒരു ജൂതനാണ് പ്രവാചകരെ. നോക്കൂ, അപ്പോൾ പറഞ്ഞ് മതത്തെ വേർതിരിക്കാനല്ല എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, മറിച്ച് മതത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയാനാണ്. നിൻ്റെ അയൽവാസിയുടെ മതമല്ല ചോദിച്ചത്. നോക്കൂ, ഇത്രയേറെ മാത്രമല്ല, അവിടെ നമുക്കൊക്കെ അറിയാം, മദ്രസ പാഠത്തെക്കുറിച്ചൊക്കെ ഇയാൾ പറയുന്നുണ്ട്. മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവർക്കും സുതാര്യമായി വന്ന് നോക്കാവുന്നതാണ് നമ്മുടെ മദ്രസകൾ. ആ മദ്രസയിൽ എന്താ പഠിപ്പിക്കണത് ആലോചിച്ച് നോക്കൂ, ആർക്കും അറിയാം. അതുകൊണ്ടാണ് ആ മദ്രസ സദക്ക പറയും അല്ലേ. അപ്പം നിങ്ങൾ ജമിനി പറഞ്ഞത് ഇപ്പോൾ കേട്ടില്ലേ, പ്രവാചകൻ ഈ പറയുന്ന പ്രാർത്ഥന
ചില പള്ളികളിൽ എല്ലായ്പ്പോഴും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ആഭ്യന്തര ഘട്ടങ്ങളിൽ, അതാണ് ചില ഘട്ടങ്ങളിൽ മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ചില ഘട്ടങ്ങളിലുള്ള ആ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും ഈ ഇന്ത്യയിൽ ആണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ ഘട്ടം ഒരു വിഭാഗം ശക്തി അല്ലേ അന്യായമായിട്ട് ഇപ്പോൾ എന്തിനാണ് ഇറാനെ ഈ ട്രംപ് ആക്രമിച്ചത്? ആലോചിച്ച് നോക്കൂ. ഒരു കാരണവും കൂടാതെ എന്തിനാണ് മുസ്ലിങ്ങളുടെ പള്ളി ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികൾ പച്ചപ്പകൽ പൊളിച്ചില്ലാതാക്കിയത്? എന്തിനാണ് ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് പാർട്ടി ഈ മുസ്ലിങ്ങളെ ഇത്രയേറെ ദ്രോഹിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മതവിദ്വേഷം ഉണ്ടാക്കുന്നതും? അതൊക്കെ ഇവൻ കാണുന്നില്ലേ? ഈ സാഹചര്യത്തിൽ മാത്രം പ്രാർത്ഥിക്കാൻ അള്ളാഹു ആ പ്രവാചകന് അനുമതി നൽകിയതാണ്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് 4ാം ക്ലാസ് മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകനെ നോക്കൂ, ചതിച്ചുകൊണ്ട് ആ പ്രവാചകനോട് ഒരു പ്രതിനിധി വന്ന്, ബനു ലഹിയാൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ പ്രമുഖർ വന്ന്, ഞങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ഖുർആൻ പഠിക്കാൻ വേണ്ടി, കുറച്ച് പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാരിയുകളായ ആളുകളെ അയച്ചു തരണമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. എന്താ പറയുക, അത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു അത്. ബിർമഹൂന എന്ന ഒരു സംഭവമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ അത് വിശ്വസിച്ചു. എന്താ അർത്ഥം? പ്രവാചകൻ എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്നതൊന്നും അറിയില്ല എന്ന ഒരു സത്യം കൂടെ അതിലുണ്ട്. ഈ പറയുന്ന ആളുകളുടെ വാക്ക് കേട്ട് പ്രവാചകൻ കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു. 10-70 ആളുകളെയാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ള, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു കൊടുത്തു. ആലോചിച്ച് നോക്കൂ, ചതിച്ചു കൊല്ലാനായിരുന്നു അവരത് ചെയ്തത്. ആലോചിച്ച് നോക്കൂ. അതിനെ തുടർന്ന് പ്രവാചകൻ അവരോട് യുദ്ധമൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് അതാണ് നമ്മുടെ സുബഹിയിൽ അല്ല എല്ലാ വകുത്തുകളിലും കുനൂത്ത്, നാസിലത്തിൻ്റെ കുനൂത്ത്, അഥവാ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവരുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. മാത്രമല്ല ആ പ്രാർത്ഥന കേവലം 1-2 മാസം കഴിഞ്ഞപ്പോൾ അള്ളാഹു ആ പ്രവാചകനോട് നിയന്ത്രിച്ചു. ഇനി ആ പ്രാർത്ഥന വേണ്ടതില്ല പ്രവാചകരെ എന്ന് വിലക്കുകയും ചെയ്തു. അപ്പോൾ അതല്ലാതെ മാത്രമല്ല, മുസ്ലിം സമൂഹം അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുമ്പോൾ മാത്രം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അതാണ് ജമിനിയോട് ചോദിച്ചോളൂ എന്ന് ഈ പറയുന്ന പമ്പര വിഡ്ഢി പറയുന്നുണ്ട്. ജമിനി തന്നെയാണ് മറുപടി കൊടുത്തത്. എന്ത്? അത് പ്രത്യേക ചില ഘട്ടങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു വിഭാഗത്തോട് അന്യായമായി പ്രവർത്തിക്കുന്നവരല്ല എന്ന് ജൂത സൃഷ്ടിയായ ജമിനി തന്നെയാണ് മറുപടി കൊടുത്തത്. അതാണ് ഞാനിതിൽ പറഞ്ഞത്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എവിടെയും എന്തില്ല, ഇയാൾക്ക് ഒരു ഇരിക്കപ്പുറതിയില്ല, നിൽക്കപ്പുറതിയില്ല. സ്വന്തം ഭാര്യ മക്കൾ അയാൾക്ക് നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അയാൾ ഇനിയിപ്പോൾ ഹിന്ദു ഭൂരിപക്ഷത്തെ പ്രീതിപ്പെടുത്തി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചാൽ തനിക്ക് അവരൊരു ഇടം നൽകുമെന്ന ഒരു വിഡ്ഢിത്തരം മാത്രമാണ്. അത് അയാൾക്ക് അനുഭവിക്കും. കാരണം അയാളുടെ സ്വഭാവം തനി വൃത്തികെട്ടതാണ് എന്ന് ബോധ്യം വന്നു. അത് ഒന്നും കൂടെ ജനങ്ങളെ അയാൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനി എന്ന് പറയുന്നത് ആരോടും ചതിയും വഞ്ചനയും ഇല്ലാത്ത മനുഷ്യ നന്മയുടക്കും വേണ്ടി മാത്രം മനുഷ്യൻ്റെ ഹിദായത്ത് നൽകിയ അയ്യോന്നാസ് എന്നാണ് അതിൻ്റെ പ്രഖ്യാപനം തന്നെ. അത് ഈ പ്രാർത്ഥന ഇങ്ങനെയായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ വിഡ്ഢി ശ്രമിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.